സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. വെയിലാറിയപ്പോൾ യഹോവ ആയ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. 33-8 വാക്യം. വർഷങ്ങൾക്ക് മുമ്പ് നന്ദിതയും ഭർത്താവും വലിയ ശമ്പളമുണ്ടെങ്കിലും അതീവ സമ്മർദ്ദം അനുഭവിച്ച കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ഉപേക്ഷിച്ച് ലളിതവും സംഘർഷരഹിതമായ കൃഷി ജീവിതം ആരംഭിച്ചു. കൂടുതൽ സമയം ദൈവത്തോട് തമ്മിൽ ഒരുമിച്ച് ചെലവഴിക്കാനായി അവർ ഒരു ശാന്തമായ മലമ്പ്രദേശത്തേക്ക് മാറി. പ്രകൃതി സുന്ദരമായ അവിടെ പ്രശാന്തമായ ജീവിതം തുടങ്ങി. ഒരു തോട്ടത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്. ആരംഭത്തിൽ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച പരദേശിയായിരുന്നു ഏദൻ. ഇവിടെ ആദാമും ഹവ്വയും സ്ഥിരമായി ദൈവത്തെ കണ്ടിരുന്നു. പിശാചിന്റെ ആശയവിനിമയം തുടങ്ങുന്നതിന് വരെ ഉൽപ്പത്തി പുസ്തകം 3:6-7 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ആ സമയം എല്ലാം വ്യത്യാസപ്പെട്ടു. വെയിലാറിയപ്പോൾ യഹോവയെ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയെ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ നടുവിൽ ഒളിച്ചു. അവർ എന്താണ് ചെയ്യുന്നതെന്ന് ദൈവം ചോദിച്ചപ്പോൾ ആദാം ഹവ്വയും പ്രത്യാരോപണം നടത്തി. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞുവെങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇത് പാപങ്ങളെ മറയ്ക്കുന്ന യേശുവിൻ്റെ യാഗപണത്തിൻ്റെ ഒരു സൂചനയായിരുന്നു. ദൈവം നമ്മെ ഏദനിലേക്കല്ല തിരികെ കൊണ്ടുപോകുന്നത്, നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധത്തിലേക്കാണ്. നമുക്കോ തോട്ടത്തിലേക്ക് തിരികെ പോകാനാകില്ല, എന്നാൽ തോട്ടത്തിലെ ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങിച്ചെല്ലാം. ഇന്ന് ദൈവത്തിനും നിങ്ങൾക്ക് ഇടയിലുള്ള പ്രതിബന്ധം എന്താണ്? വെയിലാറുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കുന്നതിന് വേണ്ടി ഏറ്റുപറയേണ്ട വല്ലതും ഉണ്ടോ? പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ തെറ്റുകൾക്കും പരാജയങ്ങൾക്കും മറ്റാരും പരിഹരിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവബന്ധത്തിലുള്ള സത്യസന്ധത എന്നത് ദൈവമായ ബന്ധം തന്നെയാണെന്ന് നന്ദി. ഗോഡ് ബ്ലെസ് യു. ഒരു ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിരക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്താവുന്ന രോഗദുഃഖങ്ങൾ മണത്തെല്ലാം ദൈവം നമ്മെ കാത്തുരവച്ച് ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ ആഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു കൂടി ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.